ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ബുള്ളറ്റ് ചാനൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ബുള്ളറ്റ് ചാനൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ചെയ്യാറുള്ള ടു ഡു ലിസ്റ്റ്, റിമൈൻഡേഴ്സ്, ഗോൾസ്, വീക്ക്ലി പ്ലാൻസ്, മന്ത്ലി പ്ലാൻസ് ഇതൊക്കെ ഒരൊറ്റ ബുക്കിൽ കീപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ബുള്ളറ്റ് ചാനൽ ചെയ്യുന്നതിലൂടെ കാര്യങ്ങളൊക്കെ വളരെ ഓർഗനൈസ് ചെയ്യാനും ഈസി ആക്കാനും നമുക്ക് കഴിയും. അതുപോലെ തന്നെ ലൈഫ് വളരെ പ്രൊഡക്റ്റീവ് ആക്കാനും നമുക്ക് ബുള്ളറ്റ് ജേർണൽ ഹെൽപ്ഫുള്ളാണ്. ജേർണലിംഗ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാനും നമുക്ക് കഴിയും. അതുപോലെ തന്നെ ടൈം വളരെ ഈസിയായി മാനേജ് ചെയ്യാനും നമ്മൾ ജേർണലിംഗ് ചെയ്യുന്നതിലൂടെ കഴിയും. ഞാനിന്നിവിടെ 2025 ജാനുവരി ബുള്ളറ്റ് ജേർണലാണ് ചെയ്യുന്നത്. ഞാനൊരു ബിഗിനറാണ് ഈ ബുള്ളറ്റ് ജേർണൽ ചെയ്യുന്നതിന്. ഞാൻ കഴിഞ്ഞ വർഷം ബുള്ളറ്റ് ജേർണൽ ചെയ്തിട്ടുണ്ടെങ്കിലും കറക്റ്റായിട്ട് ഞാൻ ഫോളോ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഈ വർഷം ഞാൻ ബുള്ളറ്റ് ജേർണൽ കറക്റ്റായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനിവിടെ ഫ്ലവേഴ്സും ലീവ്സും വെച്ചുള്ള തീമാണ് സെലക്ട് ചെയ്തത്. ആദ്യമേ തന്നെ ഞാൻ ഔട്ട്ലൈൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ സ്കെച്ച് ഉപയോഗിച്ച് എല്ലാത്തിൻ്റെ ഔട്ട്ലൈൻ കൊടുത്ത് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ബുള്ളറ്റ് ജേർണലിൽ മൂഡ് ട്രാക്കർ, ഹാബിറ്റ് ട്രാക്കർ, ഗോൾസ്, യൂട്യൂബ് വീഡിയോസ്, സ്ലീപ്പ് ട്രാക്കർ, ടൈം സ്പെൻഡ് ഫോർ സ്റ്റഡിയിങ് പെർ സബ്ജക്റ്റ് ഇതൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ ഹാബിറ്റ് ട്രാക്കറിൽ ഞാൻ സ്റ്റഡിയിങ്, റീഡിങ്, സ്കിൻ കെയർ, ഹെയർ കെയർ, ഈറ്റ് ഹെൽത്തി, പഞ്ച്വാലിറ്റി ഇത്രയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് പേജ് ചെയ്തത്. നെക്സ്റ്റ് പേജിൽ ഞാൻ ജാനുവരി എന്ന് എഴുതിയിട്ടുണ്ട്. ജാനുവരി കലണ്ടറും അവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പേജ് മൂഡ് ട്രാക്കറാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഓരോ ദിവസത്തെ മൂഡ് അനുസരിച്ച് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന ഓരോ കളർ വീതം നമുക്ക് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് പേജ് ഹാബിറ്റ് ട്രാക്കറാണ്. ഞാനവിടെ യെസ്സിന് ഓറഞ്ചും നോയ്ക്ക് യെല്ലോയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ 1-ാം തീയതി സ്റ്റഡി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഓറഞ്ച് കൊടുക്കും. സ്റ്റഡി ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളവിടെ യെല്ലോ കൊടുക്കും. അടുത്ത പേജിൽ ഗോൾസ് ആണ്. എനിക്ക് ഈ മന്തിലെ ഗോൾസൊക്കെ അവിടെ എഴുതി കൊടുക്കാം. അതുപോലെ തന്നെ ഓരോ ദിവസം ഇടാനുള്ള യൂട്യൂബ് വീഡിയോസ് നെക്സ്റ്റ് കോളത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. താഴെ സ്ലീപ്പ് ട്രാക്കറാണ്. സ്ലീപ്പ് ട്രാക്കർ എന്ന് വെച്ചാൽ ഞാൻ വേക്കപ്പിന് 5 മണിയും ഉറങ്ങുന്നതിന് 11 മണിയാണ് കൊടുത്തിട്ടുള്ളത്. അതിനനുസരിച്ച് നമുക്ക് കളർ കൊടുക്കാവുന്നതാണ്. അടുത്ത പേജ് ടൈം സ്പെൻഡ് ഫോർ സ്റ്റഡിയിങ് ആണ്. നമ്മൾ ഓരോ ദിവസം എത്ര മണിക്കൂർ പഠിച്ചു എന്നുള്ളത് നമുക്കിവിടെ ഹൈലൈറ്റർ യൂസ് ചെയ്തോ സ്കെച്ച് യൂസ് ചെയ്തോ മാർക്ക് ചെയ്യാനുള്ളതാണ്. താഴെയിൽ നമ്മൾ ഓരോ ഡേറ്റ് വീതം കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമ്മൾ മണിക്കൂറുകളും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പേജ് സ്റ്റഡി പെർ സബ്ജക്റ്റ്. ഇവിടെ ഞാൻ എനിക്ക് ടഫായിട്ടുള്ള 4 സബ്ജക്റ്റാണ് കൊടുത്തിട്ടുള്ളത്. മാത്സ്, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, ജോഗ്രഫി. ഓരോ ദിവസവും എത്ര മണിക്കൂർ ഈ സബ്ജക്റ്റ് പഠിച്ചെന്നുള്ളത് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതാണ് ബുള്ളറ്റ് ചാനലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.